السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിലൂടെ നാവിൻ്റെ വിപത്തുകളും കപടതയുമെന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു തആല നമുക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ അതിമഹത്തായ അനുഗ്രഹമാണ് നാവ് എന്നുള്ളത്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. അല്ലാഹു തആല സൂറത്തുൽ ബലദിലെ 8-9 ആയത്തുകളിലൂടെ പറയുന്നു, അലം നജഅൽ ലഹു ഐനൈൻ, അവന് നാം 2 കണ്ണുകൾ നൽകിയില്ലേ, വലിസാനം വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടുകളും നൽകിയില്ലേ എന്ന്. അല്ലമഹുൽ ബയാൻ, അല്ലാഹു തആല മനുഷ്യനെ സംസാരം പഠിപ്പിച്ചു എന്ന് സൂറത്തുർ റഹ്മാനിൻ്റെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. കാര്യങ്ങൾ വിവരിക്കുവാൻ അല്ലാഹു തആല മനുഷ്യനെ കൃത്യമായ രൂപത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അല്ലാഹുവിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് വ്യത്യസ്ത ഭാഷ സംസാരിക്കുക എന്നുള്ളത്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും നിങ്ങളുടെ ഭാഷയിലും വർണ്ണത്തിലുമുള്ള വൈവിധ്യവും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു എന്ന് സൂറത്തുർ റൂമിൻ്റെ 22-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ സംസാരിക്കുവാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് മനുഷ്യർക്ക് പ്രത്യേകമായ രൂപത്തിൽ നൽകിയിട്ടുണ്ട്. ആ നമ്മുടെ നാവ്, നമ്മുടെ സംസാരശേഷി, അത് എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട വിഷയമാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുകയാണ്, ലിസാനുൽ ആഖിലി മിൻ വറാഇ ഖൽബിഹി, ലിസാനുൽ ആഖിലി മിൻ വറാഇ ഖൽബിഹി, ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ നാവ് ഹൃദയത്തിന് ബാക്കിലായിരിക്കും. ഇദാ അറാദൽ കലാമു തഫക്കർ, ബുദ്ധിയുള്ള ആൾ വല്ലതും സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യം ചിന്തിക്കും, എന്നിട്ട് അയാൾ സംസാരിക്കുകയുള്ളൂ. സംസാരിക്കേണ്ട വിഷയമാണെങ്കിൽ സംസാരിക്കും,
അല്ലാത്ത വിഷയമാണെങ്കിൽ അവൻ അവിടെ നിശബ്ദനാകും. എന്നാൽ വഖൽബുൽ ജാഹിലി മിൻ വറാഇ ലിസാനിഹി, ജാഹിലിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് നാവിൻ്റെ പിന്നിലായിരിക്കും. ആദ്യം അവനങ്ങ് സംസാരിക്കും, എന്നിട്ടാണ് പിന്നെ അവൻ ചിന്തിക്കുക അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു എന്ന ചിന്ത പിന്നെ ഉണ്ടാവുക. എന്നാൽ ബുദ്ധിയുള്ളവർ ആദ്യം ചിന്തിക്കും, എന്നിട്ട് നന്മയാണെങ്കിൽ ഖൈറാണെങ്കിൽ മാത്രം അവൻ സംസാരിക്കുമെന്നാണ്. നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിക്കുക. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം, അദ്ദേഹത്തോടൊരിക്കൽ അദ്ദേഹത്തിൻ്റെ യജമാനൻ ആട്ടിനറുത്തപ്പോൾ ആട്ടിൻ്റെ ഏറ്റവും നല്ല 2 അവയവങ്ങൾ എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പം അദ്ദേഹം ആട്ടിൻ്റെ ഹൃദയവും നാവും എടുത്തുകൊണ്ട് യജമാനന് കൊണ്ടുപോയി കൊടുത്തു. മറ്റൊരിക്കൽ ആടിനറുത്തപ്പോൾ യജമാനൻ പറഞ്ഞു അതിൻ്റെ ഏറ്റവും മോശമായ 2 അവയവങ്ങൾ എടുത്തു കൊണ്ടുവരാൻ. അപ്പോഴും ലുഖ്മാൻ അലൈഹിസ്സലാം എടുത്തുകൊണ്ടുവന്നത് ഖൽബും ലിസാനുമാണ്, ഹൃദയവും നാവുമാണ്. അതിലൂടെ അദ്ദേഹം അറിയിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല അവയവവും ഏറ്റവും ചീത്ത അവയവവും നാവും ഹൃദയവുമാണ് എന്നാണ്. ഹൃദയം മോശമായാൽ ശരീരം മുഴുവൻ മോശമായി, ഹൃദയം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അതുപോലെ ഒരു മനുഷ്യൻ നല്ലവനായിത്തീരുന്നത് നല്ല സംസാരത്തിലൂടെയാണ്, മോശമായിത്തീരുന്നത് ചീത്ത സംസാരത്തിലൂടെയാണെന്ന കാര്യം ലുഖ്മാൻ അലൈഹിസ്സലാം അവിടെ അറിയിക്കുകയാണ്. ഒരിക്കൽ മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ നജാത്ത്, എന്താണ് രക്ഷ, എന്താണ് മോക്ഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു വിഷയം, ഇംലിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എന്താ രക്ഷപ്പെടാനുള്ള വഴി? നാവിനെ കടിഞ്ഞാണിടുക, നാവിനെ നിയന്ത്രിക്കുക, അതാണ് മോക്ഷത്തിൻ്റെ വഴിയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയാണ്. നാവിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇതിൽ നിന്ന് ശിർക്ക് വരും, കുഫ്ർ വരും, ഒരുപാട് ഹറാമുകൾ ഈ നാവിൽ നിന്ന്, ഈ വായിൽ നിന്ന് പുറത്തു വരാൻ കാരണമായി തീരും. ഒരിക്കലൊരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കടന്നു വന്നു. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും നിങ്ങളും ഉദ്ദേശിച്ചാൽ, അള്ളാഹുവും നിങ്ങളും ഉദ്ദേശിച്ചാൽ. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഅൽതനി ലില്ലാഹി അദ്ലാ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കിയല്ലോ. ബൽ മാഷാ അല്ലാഹു വഹ്ദ, നീ പറയേണ്ടത് എങ്ങനെയാണ്? അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്നാണ്. ശിർക്ക് കടന്നു വരുന്ന വഴികളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ സംസാരത്തിൽ വരുന്ന സംഗതിയാണ്, നിങ്ങൾ വിചാരിച്ച ആ കാര്യം നടക്കും, അല്ലെങ്കിൽ ആ ഡോക്ടറെ കണ്ട രോഗം മാറും, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അവിടെ പോയിട്ട് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് മാറാൻ സാധ്യതയില്ല. ഇതൊക്കെ ഗൗരവമായി നമ്മൾ കാണേണ്ട കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ആ പൈലറ്റിൻ്റെ സാമർഥ്യം കൊണ്ടാണ് അത്രയും യാത്രക്കാർ രക്ഷപ്പെട്ടത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുമ്പോൾ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ടെന്നോ അള്ളാഹിൻ്റെ സഹായം കൊണ്ടെന്നൊന്നും പറയാതെ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ നാവിൽ നിന്ന്, ചില സംസാരങ്ങളിൽ നിന്ന് ഷിർക്കും കുഫറും ഒക്കെ കടന്നു വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കാന റജുലാനി ഫീ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകാരിൽ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിലൊരാള് തിന്മകൾ ചെയ്യുന്നയാളാണ്. ഫകാന അഹദുഹുമാ യുദ്നിബ്,
ഒന്നാമത്തെ ആൾ തിന്മകൾ ചെയ്യുന്ന ആളാണ്. വൽ ആഖർ എന്നാൽ മറ്റേയാളോ മുജ്തഹിദും ഫിൽ ഇബാദ, ഇബാദത്തിന്റെ വിഷയത്തിൽ പരിശ്രമിക്കുന്ന വ്യക്തിയാണ് എന്നാണ്. അങ്ങനെ ഈ പാപിയായ വ്യക്തിയെ ഇബാദത്തുകൾ ധാരാളമായി ചെയ്യുന്ന ഈ വ്യക്തി ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. അയാളോട് പറയും അഖ്സിർ, അവസാനിപ്പിക്ക്, നിന്റെ തിന്മക്കൊന്ന് കുറക്കുക എന്ന രൂപത്തിൽ ഇങ്ങനെ പറയും. ഒരു ദിവസം ഈ വ്യക്തി തിന്മ ചെയ്യുന്നത് കണ്ടപ്പോൾ മറ്റേ വ്യക്തി പറയാണ്, ഇങ്ങനെ നിരന്തരമായി ഉപദേശിച്ചപ്പോൾ ഈ പാപി പറഞ്ഞു, ഖല്ലിനി വ റബ്ബി, എന്നെയും റബ്ബിനെയും നീ ഒഴിവാക്ക്. അബഅസ്ത അലയ്യ റഖീബ, എൻ്റെ കാര്യത്തിലെ റഖീബായി, മേൽനോട്ടക്കാരനായി അള്ളാഹു നിന്നെ നിശ്ചയിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എന്നെയും റബ്ബിനെയും നീ ഒഴിവാക്ക്. അങ്ങനെ ഈ പാപിയോട് ധാരാളമായി ഇബാദത്തുകൾ ചെയ്യുന്ന വ്യക്തി ഒരിക്കൽ പറഞ്ഞു, വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലക്, അള്ളാഹു നിനക്ക് പുറത്തു തരികയില്ല. അല്ലെങ്കിൽ അയാൾ പറഞ്ഞു, ലാ യുദ്ഖിലുകല്ലാഹുൽ ജന്ന, അള്ളാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ രണ്ടുപേരെയും അള്ളാഹു മരിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു രണ്ടുപേരെയും പരലോകത്ത് ഒരുമിപ്പിക്കും. എന്നിട്ട് ചോദിക്കുകയാണ്, അകുൻത ബി ആലിമ, എൻ്റെ മേലിൽ, എൻ്റെ വിഷയത്തിൽ നിനക്ക് അറിവുണ്ടായിരുന്നോ? അകുൻത അലാ മാ ഫീ യദി ഖാദിറ, എൻ്റെ കയ്യിലുള്ളതിനെപ്പറ്റി നിനക്ക് കഴിവുണ്ടായിരുന്നോ? അതിനെപ്പറ്റിയൊക്കെ നിനക്ക് അറിയായിരുന്നോ? അതുകൊണ്ട് നീ നരകത്തിൽ പോയിക്കോ എന്ന് ഈ ഇബാദത്തുകൾ ചെയ്യുന്ന വ്യക്തിയോട് പറയുമെന്നാണ്. എന്നാൽ തിന്മകൾ ചെയ്ത ഈ വ്യക്തിയോട് പറയും, ഫദ്ഖുലി ജന്നത ബിറഹ്മതി, എൻ്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിൽ പോയിക്കോ എന്ന് പറയും. ഇയാൾ പറഞ്ഞ ഈ ഒരു വാക്കാണ് ഇയാളെ നരകത്തിലേക്ക് എത്തിച്ചത്. എന്താ വാക്ക്? അള്ളാഹ് നിനക്ക് പുറത്തുതരൂല, നീയൊന്നും ഒരിക്കലും സ്വർഗത്ത് പോവുകയില്ല. പലപ്പോഴും നമ്മുടെ വാക്കുകളിൽ നിന്ന് അങ്ങനെ വരാറുണ്ട്. അയാളൊന്നും ഒരിക്കലും നന്നാവൂല, ഓനൊന്നും നരകത്ത് പോയില്ലെങ്കിൽ പിന്നെ ആരാ നരകത്ത് പോകാനൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കിൽ നിന്ന് നരകത്തിൽ നമ്മളെത്താൻ കാരണമായി തീരും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ഏതൊരുത്തൻ്റെ കയ്യിലാണോ അങ്ങനെയുള്ള അള്ളാഹു തന്നെയാണ് സത്യം, ലതകല്ലമ ബികലിമത്തിൻ ഔ ബഖത് ദുനിയാഹു വ ആഖിറതുഹു, ഒരു കലിമത്ത് കൊണ്ട്, ഒരു വാക്ക് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ദുനിയാവും പരലോകവും എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. പല ആളുകളും കൊല്ലപ്പെടാൻ കാരണം ഒരു വാക്കാണ്. പല ആളുകളും വലിയ യുദ്ധത്തിന് വിധേയരാകാൻ കാരണം, പല രാജ്യങ്ങൾ തമ്മിൽ അടിക്കാൻ കാരണം മനുഷ്യന്മാരുടെ സംസാരങ്ങളാണ്. അതുകൊണ്ട് നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറയുകയാണ് സുബ്ഹ് നമസ്കാര ശേഷം, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബിമാര് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനുമാകുന്നു അറിയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വ കാഫിറുൻ, എൻ്റെ ദാസന്മാരിൽ നിന്ന് ചില ആളുകൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു, ചില ആളുകൾ കാഫിരീങ്ങളായിരിക്കുന്നു. ഫഅമ്മാ മൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞ ആളുകൾ, ഫദാലിക മുഅ്മിനും ബി വ കാഫിറും ബിൽ കവാകിബ്, അവർ എന്നിൽ വിശ്വസിച്ചവരും നക്ഷത്രങ്ങളിൽ അല്ലെങ്കിൽ ഞാറ്റുവേലകളിൽ നിഷേധിച്ചവരുമാകുന്നു. വഅമ്മാ മൻ ഖാല മുതിർനാ ബിനൗഇ കദാ വകദാ, ഇന്നാലിന്ന ഞാറ്റുവേലകൾ കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് പറഞ്ഞ ആളുകൾ, ഫദാലിക കാഫിറും ബി മുഅ്മിനും ബിൽ കവാകിബ്, അവർ എന്നിൽ നിഷേധിച്ചവരും ഞാറ്റുവേലകളിൽ നക്ഷത്രങ്ങളിലും മറ്റും വിശ്വസിച്ചവരുമാകുന്നു എന്നാണ് സ്വഹീഹ് മുസ്ലിമിലെ 71-ാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ വാക്കുകളിൽ നിന്ന്
ശിർക്കും കുഫറും വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നാവിൻ്റെ വിപത്തുകളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് കളവ് പറയുക എന്നുള്ളത്. കളവ് പറയലിൽ ഏറ്റവും ഗുരുതരമായത് അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്ന കളവാണ്. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവരെക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത് എന്ന് സൂറത്തുൽ അൻആമിൻ്റെ 21-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ അൻകബൂത്തിൻ്റെ 68-ാമത്തെ ആയത്തിലുമൊക്കെ അള്ളാഹു ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മുസ്ഹഫ് എടുത്തിട്ട് വമൻ അദ്ലമു എന്നോ ഫമൻ അദ്ലമു എന്നോ സെർച്ച് ചെയ്ത് നോക്കിയാൽ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നതിൻ്റെ ഗൗരവം പറയുന്ന ഒരുപാട് ആയത്തുകൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞത് അള്ളാഹ്ക്കില്ല എന്ന് പറയാം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇല്ലാത്തൊരു കാര്യം അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറയാം. ഉദാഹരണത്തിന് ക്രിസ്ത്യാനികളായ ആളുകൾ അവർ പറഞ്ഞു ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്ന്. അത് അള്ളാഹിൻ്റെ പേരിൽ പറയുന്ന കളവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ അറിയാത്ത വിഷയം നമ്മൾ പറയാൻ പാടില്ല. കളവാണെന്ന് അറിഞ്ഞിട്ട് പറയൽ മാത്രമല്ല, വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ പറയുക എന്നതും അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്ന കളവാകുന്നു എന്നാണ്. അള്ളാഹ് പറഞ്ഞോ ഇല്ലെന്ന് ഉറപ്പില്ലാത്തൊരു വിഷയം, അത് സ്വീകാര്യതയ്ക്ക് വേണ്ടി ഖാലല്ലാഹു തആല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിൻ്റെ പേരിൽ പറയുന്ന കളവാണ്. സൂറത്തുൽ അറാഫിൻ്റെ 33-ാമത്തെ ആയത്തിൽ ആ വിഷയം അള്ളാഹു ഗൗരവമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്ന കളവാണ് ദീനിൻ്റെ വിഷയത്തിൽ അറിയാത്തത് പറയുക എന്നുള്ളത്. ഇത് ഹലാലാണ്, ഇത് ഹറാമാന്നൊക്കെ തോന്നിയ രൂപത്തിൽ പറയാം, കൃത്യമായി തെളിവില്ലാതെ അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞതുപോലെ വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ് ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. നിങ്ങളുടെ നാവ് വിശേഷിപ്പിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഇത് ഹലാലാണ്, ഇത് ഹറാമാണ് എന്നിങ്ങനെ നിങ്ങൾ പറയരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുവാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവർ വിജയിക്കുകയില്ല തീർച്ച എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൻ്റെ 116-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയുന്ന കളവുകളാണ്. നബി പറഞ്ഞത് നിഷേധിക്കലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തത് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആ രൂപത്തിൽ തോന്നിപ്പിക്കുന്ന രൂപത്തിലോ പറയുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നഹു ലയംനഉനി അൻ ഉഹദ്ദിസകും ഹദീസൻ കസീറാ, ധാരാളമായി ഹദീസ് ഉദ്ധരിക്കുന്നത് എന്ന വിഷയത്തിൽ എന്നെ തടഞ്ഞത്. അതായത് അനസ് റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കുമായിരുന്നു. പക്ഷേ പല ഹദീസുകളും അദ്ദേഹം ഉദ്ധരിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? പേടിച്ചത് കൊണ്ട്. എന്താ പേടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തഅമ്മദ അലയ്യ കദിബൻ, ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ്റെ നരകത്തിലെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന ഹദീസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ധാരാളക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന കദിബ അലയ്യ ലൈസ കദിബി അലാ അഹദിൻ, എൻ്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത് മറ്റുള്ളവരുടെ പേരിൽ കളവ് പറയുന്നത് പോലെയല്ല. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവ് കെട്ടിച്ചമച്ചാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ 1201-ാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. ഒരു ഹദീസിൽ കാണാം, മയ്യഖുൽ അലയ്യ മാലം അഖുൽ, എൻ്റെ പേരിൽ
ഞാൻ പറയാത്തത് ആരെങ്കിലും പറഞ്ഞാൽ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ അവന്റെ നരകത്തിലെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നബി പറയാത്തത് വല്ലവരും പറഞ്ഞാൽ അവൻ അവന്റെ നരകത്തിലെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. മറ്റൊരു വിഷയമാണ് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുക എന്നുള്ളത്. ഇന്നിപ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിലാണ്. ട്രോളുകൾ ഇറക്കുന്നു, കളവുകൾ കെട്ടിച്ചമക്കുന്നു. എന്തിനാ? മറ്റുള്ളവരൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇസ്ലാമിക പ്രഭാഷണങ്ങൾ എന്ന പേരിൽ നടത്തപ്പെടുന്ന പ്രഭാഷണങ്ങളിൽ പോലും ജനങ്ങളുടെ കൈയടി ലഭിക്കാൻ, ജനങ്ങളുടെ ശ്രദ്ധ ലഭിക്കാൻ, കൂടുതൽ റീച്ച് കിട്ടാൻ പലരുടെയും പേരിൽ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ചിരിക്കും, അപ്പോൾ പ്രഭാഷകന് സന്തോഷമാവും, അപ്പോൾ വീണ്ടും ആൾക്കാർ കേൾക്കും. അതിന് വേണ്ടിയിട്ട് ഗൗരവമുള്ള വിഷയമാണത്. നബി പറയാണ് വൈലുൻ, നാശം. വൈലി എന്ന് പറഞ്ഞാൽ വാദി ഫീ ജഹന്നം എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നരകത്തിലൊരു തായ്വര എന്നാണ്. വൈലുൽ ലദീ യുഹദ്ദിസു ഫയുക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗം, സംസാരിക്കുന്നു എന്തിനു വേണ്ടി? ഒരു കൗമിനെ ചിരിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. വൈലുൽ ലഹു വൈലുൽ ലഹു, അവർക്ക് നാശം, അവർക്ക് നാശം എന്നാണ്. ആദ്യം നാശം എന്ന് പറഞ്ഞു, വീണ്ടും അവസാനം ഹദീസ് അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും പറയണത് അവർക്ക് നാശം. ആർക്ക്? ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾക്ക് എന്നാണ്. തമാശ രൂപത്തിൽ പോലും നമ്മൾ കളവ് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, ഞാൻ ജാമ്യം നിൽക്കാം, സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീടുണ്ട്. ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖ, തന്റെ ഭാഗത്താണ് ഹക്ക് എങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീടുണ്ട്. വബൈത്തിൻ ഫീ വസതിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വീടുണ്ട്. ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, തമാശയായിട്ട് പോലും കളവ് പറയാത്ത ആളുകൾക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീടുണ്ട്. വബൈത്തിൻ ഫീ അലൽ ജന്ന, സ്വർഗത്തിന്റെ ഉയർന്ന ഭാഗത്തൊരു ഭവനമുണ്ട്. ലിമൻ ഹസുന ഖുൽഖഹു, തന്റെ സ്വഭാവം നന്നാക്കി തീർത്ത ആളുകൾക്ക് എന്നാണ്. അപ്പോൾ തമാശയായിട്ട് പോലും കളവ് പറയാത്ത ആളുകൾക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ട് എന്നാണ്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ് കുൻതു അക്തുബു കുല്ല ശൈഇൻ അസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉരീദു ഹിഫ്ളഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? അത് സംരക്ഷിക്കാൻ, അത് ഹിഫ്ളാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫനഹതനി ഖുറൈശ്, ഖുറൈശികൾ എന്നെ തടഞ്ഞു. അവർ പറഞ്ഞു തക്തുബു കുല്ല ശൈഇൻ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ നീ എന്തിനാണ് എഴുതി വെക്കുന്നത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനല്ലേ? ദേഷ്യം വരുമ്പോൾ പലതും സംസാരിക്കും, ദേഷ്യമില്ലാത്ത സമയത്ത് പലതും സംസാരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നീ എന്തിനാണ് രേഖപ്പെടുത്തുന്നത്? അദ്ദേഹം പറയാണ് ഫഅംസക്തു അനിൽ കിതാബ്, ഞാൻ എന്ത് ചെയ്തു? എഴുത്ത് നിർത്തിവെച്ചു. ഒരിക്കൽ ഫദക്കർതു ദാലിക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വായിലേക്ക് വിരൽ കൊണ്ട് ചൂണ്ടിയിട്ട് പറയാണ് ഉക്തുബ്, നീ എഴുതുക. ഫവല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ഏതൊരുത്തൻ്റെ കയ്യിലാണോ അങ്ങനെയുള്ള അള്ളാഹു തന്നെയാണ് സത്യം. മാ ഖറജ മിൻഹു ഇല്ലാ ഹഖ്കുൻ, ഇതിൽ നിന്ന്, ഈ വായിൽ നിന്ന് ഹക്കല്ലാത്ത ഒന്നും പുറത്തു വരികയില്ല. അങ്ങനെ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ.
സത്യം മാത്രം പറയുന്ന, കളവ് പറയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമറനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസബ്ഇൻ. എൻ്റെ പ്രിയ കൂട്ടുകാരൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് 7 കാര്യങ്ങൾ കൽപ്പിച്ചു. അമറനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനിബി മിൻഹും. മിസ്കീനുകളെ സ്നേഹിക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വഅമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. എന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കാനും എന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വഅമറനി അൻ അസിലർ റഹിമ വഇൻ അദ്ബറത്. എന്നോട് കുടുംബബന്ധം ചേർക്കാൻ കൽപ്പിച്ചിരിക്കുന്നു, അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ പോലും. അമറനി അല്ലാ അസ്അല അഹദൻ ശൈആ. ആരോടും യാതൊന്നും യാചിക്കരുത് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വഅമറനി അൻ അഖൂലൽ ഹഖ്ക വഇൻ കാന. ഞാൻ ഹക്ക് പറയാൻ, സത്യം പറയാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വഇൻ കാന മുറ. അതെത്ര കൈപ്പുള്ളതാണെങ്കിലും. വഅമറനി അല്ലാ അഖാഫ ഫില്ലാഹി ലൗമത ലായിം. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടരുത് എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വഅമറനി അൻ ഉക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അത് ധാരാളമായി വർദ്ധിപ്പിക്കുവാനും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശ്. തീർച്ചയായും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് അർശിന്റെ ചുവട്ടിലെ നിധിയാകുന്നു എന്നാണ്. ഈ ഹദീസിന്റെ ഒരു ഭാഗം എന്താണ്? അമറനി അൻ അഖൂലൽ ഹഖ്ക അൻ അഖൂല ബിൽ ഹഖ്ഖി വഇൻ കാന മുറ. ഹഖ് സംസാരിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, സത്യം പറയാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അതെത്ര കൈപ്പേറിയതാണെങ്കിലും എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ. സത്യസന്ധത പുണ്യത്തിലേക്ക് നയിക്കുന്നു. വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. പുണ്യം സ്വർഗത്തിലേക്ക് നയിക്കുന്നു. വഇന്നർ റജുല ലയസ്ദുഖു ഹത്താ യുക്തബ സിദ്ദീഖാ. ഒരാൾ സത്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തപ്പെടും. എന്നാൽ വഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ. കളവ് പറയുക എന്നത് അധർമ്മത്തിലേക്ക് നയിക്കുന്നു. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൽ നാർ. അധർമ്മം നരകത്തിലേക്ക് നയിക്കുന്നു. വഇന്നർ റജുല ലയക്ദിബു ഹത്താ യുക്തബ കദ്ദാബ. ഒരാൾ കളവ് പറഞ്ഞാൽ അയാൾ കദ്ദാബ് എന്ന് രേഖപ്പെടുത്തപ്പെടും. അഥവാ അള്ളാഹിന്റെ അടുക്കൽ അയാൾ കദ്ദാബ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. അനാവശ്യമായ വാക്കുകളും അനാവശ്യമായ പ്രവർത്തനങ്ങളും കളവായ വാക്കുകളും കളവായ പ്രവർത്തനങ്ങളുമൊക്കെ ആരെങ്കിലും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കണമെന്ന്, അഥവാ നോമ്പ് നോൽക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്നാണ്. അതുകൊണ്ട് സത്യം മാത്രം പറയുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുക. സൂറത്തു തൗബയിലെ 119 ആയത്തിൽ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാവ് കൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ ഏറെ ഗൗരവമുള്ളതാണ് കളവ് പറയുക എന്നുള്ളത്. അത് കളവ് പറയൽ മാത്രമല്ല, ഇനി കളവ് എഴുതിയാലും കളവ് പ്രചരിപ്പിച്ചാലൊക്കെ ഇതേ വകുപ്പ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് പരദൂഷണമാണ്. ഗീബത്ത് എന്നാണ് അറബിയിൽ പരദൂഷണത്തിന് പറയുക. പരദൂഷണം എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ചോദിച്ചു, അതദ്റൂന മൽ ഗീബ, ഗീബത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബിമാര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമാണ് ഏറ്റവും അറിയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരനെ പറ്റി അയാൾ വെറുക്കുന്ന ഒരു കാര്യം പറയലാണ്. ഒരാളെപ്പറ്റി അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയലാണെന്ത്? ഗീബത്ത്. അപ്പോൾ ചോദിക്കപ്പെട്ടു, നബിയെ, ഞാൻ പറയുന്നത് അയാൾക്കുള്ള കാര്യമാണെങ്കിലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ളത് പറയൽ തന്നെയാണ് ഗീബത്ത്. ഇല്ലാത്തത് പറയുകയാണെങ്കിൽ അവൻ്റെ പേരിൽ നീ കളവ് ആരോപിച്ചിരിക്കുന്നു എന്നാണ്. ഉള്ളത് പറയലാണെന്ത്? ഗീബത്ത്. പലപ്പോഴും പല ആൾക്കാരും ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയും. ഉള്ളതെല്ലാം പറയാൻ പാടില്ല. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ, നോമ്പാണ്, ഇനി കൂടുതലൊന്നും പറയിപ്പിക്കണ്ടെന്നൊക്കെ പറയും അല്ലേ? പറയേണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? എന്ന് പറയുന്നത് നോമ്പായി പോയി, ഇനി കൂടുതലൊന്നും പറയിപ്പിക്കരുത്. പ്രിയമുള്ളവരെ, ഒരാൾക്കുള്ള ഒരു തിന്മ മറ്റൊരാളോട് പറയുക എന്നുള്ളത് തന്നെയാണ് ഗീബത്ത്. അയാൾ വരുമ്പോൾ നിർത്തുമല്ലോ, ഒരാളെ പറ്റി നമ്മളിങ്ങനെ കുറ്റം പറയാണ്. ആ സദസ്സിലേക്ക് അയാൾ വരുമ്പോൾ എന്ത് ചെയ്യും? അയാളെ കുറ്റം പറയൽ നിർത്തും, പിന്നെ വേറെ ആളെ പറ്റി കുറ്റം പറയാം. ഇതൊരു വളരെ മോശപ്പെട്ട ശീലമാണ്. ഈ ശീലം ഇങ്ങനെ വർദ്ധിച്ചു വന്നാൽ പിന്നെ അവസാനം സ്വന്തം മക്കളെ പറ്റി കുറ്റം പറയും, മാതാപിതാക്കളെ പറ്റി കുറ്റം പറയും, സഹോദരങ്ങളെ പറ്റി കുറ്റം പറയും, പഠിപ്പിച്ച ഉസ്താദന്മാരെ പറ്റി കുറ്റം പറയും, എല്ലാവരെ പറ്റിയും കുറ്റം പറയും. വളരെ മോശപ്പെട്ടൊരു സ്വഭാവമാണ് ഗീബത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്ര നടത്തുന്ന സന്ദർഭത്തിൽ നബി പറയാണ്, ലമ്മാ ഉരിജ ബി മറർതു ബിഖൗമിൻ ലഹും അൽഫാറും മിൻ നുഹാസ്, ഒരു കൗമിൻ്റെ അരികിലൂടെ ഞങ്ങൾ കടന്നുപോയി, അവർക്ക് ചെമ്പിൻ്റെ കൂർത്ത നഖങ്ങളുണ്ട്. യഹ്മുശൂന വുജൂഹും വസുദൂറഹും, ആ നഖങ്ങൾ കൊണ്ട് മുഖവും നെഞ്ചും അവരിങ്ങനെ മാന്തി പൊളിക്കുന്നുണ്ട്. ഫഖുൽതു മൻ ഹൗലായി യാ ജിബ്രീൽ, അപ്പോൾ ഞാൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ജിബ്രീൽ, ആരാണിവർ? ഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഹൗലാഇ അല്ലദീന യഅ്കുലൂന ലുഹൂമൻ നാസ്, ഇവർ ജനങ്ങളുടെ മാംസം തിന്ന ആളുകളാണ്. വയഖഊന ഫീ അറാളിഹിം, ജനങ്ങളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയ ആളുകളുമാകുന്നു എന്നാണ്. അല്ലാഹ് പറഞ്ഞതുപോലെ, വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ചിലരെ പറ്റി പരദൂഷണം പറയരുത്. അയുഹിബ്ബു അഹ്ദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂഹു, നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തുമൂഹു, നിങ്ങളത് വെറുക്കുന്നുവല്ലോ. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനും ഏറെ ഏറെ കരുണ ചെയ്യുന്നവനുമാകുന്നു എന്നാണ്. സൂറത്തുൽ ഹുജറാത്തിൻ്റെ 12-ാമത്തെ ആയത്താണ്. അപ്പോൾ സ്വന്തം സഹോദരൻ്റെ മയ്യത്തിൽ നിന്ന് ഇറച്ചി തിന്നത് പോലെയാണ് ഒരാളെപ്പറ്റി നമ്മൾ പരദൂഷണം പറയുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു, നാവ് കൊണ്ട് മാത്രം വിശ്വസിക്കുകയും ഹൃദയത്തിൽ ഈമാൻ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തവരെ, ലാ തഖ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളുടെ ഗീബത്ത് പറയരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ ന്യൂനതകൾ ഇങ്ങനെ തേടി നടക്കരുത്. ചില ആൾക്കാർ അങ്ങനെയാണ്, സീഡിയൊക്കെ ഇങ്ങനെ പരിശോധിക്കും, വീഡിയോ ഒക്കെ മുഴുവൻ കേൾക്കും. ഇതിനെ കേൾക്കണേ അറിയോ? എന്തെങ്കിലും അബദ്ധം ഇയാൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ക്ലിപ്പാക്കാൻ വേണ്ടിയിട്ട്. പുസ്തകമൊക്കെ നന്നായിട്ട് വായിക്കും. എന്തിനാ വായിക്കണമെന്ന് അറിയോ? നന്നാവാൻ വേണ്ടിയിട്ടല്ല. ഈ പുസ്തകത്തിൽ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? പ്രൂഫ് റീഡ് നടത്തുന്ന ആളെ പറ്റിയല്ലോ പറഞ്ഞത്, മറിച്ച് ഇയാളെ എഴുതിയിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ, ഇയാളെ പ്രസംഗത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ആൾക്കാർക്കിടയിൽ പറയാൻ, അല്ലെങ്കിൽ കുടുംബജീവിതത്തെ പറ്റി അന്വേഷിക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നാലാൾക്കാരോട് പറയുക. അതൊരു രസമാണ് ചില ആൾക്കാർക്ക്. മറ്റുള്ളവരുടെ അടുക്കലേക്ക് ഭൂതക്കണ്ണാടിയായിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാർ, ഓരോ ഗവേഷണ നിരീക്ഷണം എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വിശ്വാസികൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കിയെടുക്കുന്ന ആൾക്കാർ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്,
വലാ തത്തബിഉ ഔറാത്തിഹിം, മറ്റുള്ളവരുടെ ന്യൂനത തേടി നടക്കരുത്. ഫഇന്നഹു മനിത്തബഅ ഔറാത്തിഹിം യത്തബിഉല്ലാഹു ഔറതഹു. നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനത അങ്ങനെ തേടി നടന്നാൽ അള്ളാഹു നമ്മുടെ ന്യൂനതയെ പിന്തുടരും. അങ്ങനെ അള്ളാഹു നമ്മുടെ ന്യൂനത പിന്തുടർന്ന എന്ത് സംഭവിക്കാറ്? വമൻ യത്തബിഇല്ലാഹു ഔറതഹു യഫ്ലഹു ഫീ ബൈതിഹി, സ്വന്തം വീട്ടിൽ വെച്ച് നമ്മൾ അപമാനിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് നിന്നെപ്പറ്റി നല്ല മതിപ്പുണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് നിന്റെ തിന്മകളൊക്കെ അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. നമ്മുടെ പല തിന്മകളും അള്ളാഹു പുറത്തിട്ടാൽ നമ്മൾ ദുനിയാവ് തന്നെ അപമാനിതരാകും. പിന്നെ ആളുകൾ നമ്മെ കാണുമ്പോൾ നമ്മോട് സലാം ചെല്ലാൻ പോലും അവർക്ക് കഴിയില്ല. നമ്മൾ എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ പല തിന്മകളും ജനങ്ങളറിയാതെ അള്ളാഹു മറച്ചു വെച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ മാന്യന്മാരായിട്ട് നടക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മസ്തുർ ഔറാത്തി എന്നൊരു പ്രാർത്ഥന, അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ, എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണേന്നാ. എന്നാൽ മറ്റുള്ളവരുടെ ന്യൂനത തേടി വല്ലാതെ കണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മുടെ ന്യൂനത തേടി വരും എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ ന്യൂനത അത് ജനങ്ങളെ അറിയിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരു മുസ്ലിമിൻ്റെ പോരായ്മ നമ്മൾ മറച്ചു വെച്ചാൽ അള്ളാഹു നമ്മുടെ പോരായ്മ മറച്ചു വെക്കും. ഒരാളുടെ പ്രയാസം നമ്മൾ ദൂരീകരിച്ചു കൊടുത്താൽ നമ്മളെ പ്രയാസം നമ്മൾ ദൂരീകരിച്ചു തരും എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വിഷയമാണ്. ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന വിഷയമാണ് ഗീബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിൻ്റെ രീതിയിലൂടെ നടന്നുപോയി, 2 ഖബറുകൾക്കിടയിലൂടെ നടന്നുപോയി. ഇവരെയാണ് ഇന്നഹുമാ ലയുഅദ്ദബാൻ വമാ യുഅദ്ദബാനി ഫീ കബീർ. ഈ ഖബറിൽ കിടക്കുന്ന 2 വ്യക്തികൾ ശിക്ഷിക്കപ്പെടുന്നവരാണ്, വലിയ തിന്മക്കൊന്നുമല്ല ശിക്ഷിക്കപ്പെടുന്നത്. അഥവാ നമ്മൾ നിസാരമായി കാണുന്ന തിന്മക്കാണ് ശിക്ഷിക്കപ്പെടുന്നത്. അമ്മ അഹദുഹുമാ ഫയുഅദ്ദബു ഫിൽ ബൗൽ, ഒന്നാമത്തെ ആള് മൂത്രമൊഴിക്കുന്ന വിഷയത്തിലാണ് ശിക്ഷിക്കപ്പെടുന്നത്, അഥവാ മറ സ്വീകരിക്കാത്ത അല്ലെങ്കിൽ കൃത്യമായി മനോഹരിക്കാത്ത ആളാണ്. വഅമ്മൽ ആഖറു ഫയുഅദ്ദബു ഫിൽ ഗീബ, രണ്ടാമത്തെ ആൾ ശിക്ഷിക്കപ്പെടുന്നത് ഗീബത്ത് പറഞ്ഞ വിഷയത്തിലാണ് എന്നാണ്. അതുകൊണ്ട് ഗീബത്ത് ഗൗരവമുള്ള വിഷയമാണ്. ഇതുപോലെ തന്നെയാണ് നമീമത്ത്. നമീമത്ത് ഗൗരവമുള്ള വിഷയമാണ്. ഇതേ കാര്യം അഥവാ ഖബറിൽ ശിക്ഷ ലഭിക്കുന്നൊരു കാര്യമാണ് നമീമത്ത് പറയുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, ഒന്നാമത്തെ ആള് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ മറ സ്വീകരിക്കാത്ത ആളാണ്. എന്നാൽ രണ്ടാമത്തെ ആള് യംശീ ബിൻ നമീമ, നമീമത്ത് പറഞ്ഞു നടക്കുന്ന, ഏഷണി ഉണ്ടാക്കുക, 2 കൂട്ടരെ തമ്മിൽ തെറ്റിക്കുക, പിഴപ്പിക്കുക. 2 ഒരുമിച്ച് നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അകറ്റുന്ന ആളുകളുണ്ട്, ബാപ്പയെയും മക്കളെയും തമ്മിൽ അകറ്റുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ചില ആൾക്കൊക്കെ രസമാണ്. 2 സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളുണ്ട്, നാട്ടുകാർ തമ്മിൽ അകറ്റുന്ന ആളുകളുണ്ട്. ഒരാളുടെ തിന്മ മറ്റെടുത്ത് കൊണ്ടുപോയി കൊടുക്കുക, ഇനി ഇല്ലെങ്കിൽ തന്നെ ഉള്ളതും ഇല്ലാത്തതൊക്കെ കൂട്ടിക്കലർത്തി, സത്യവും അസത്യവും ഒക്കെ കൂട്ടിക്കലർത്തി പരസ്പരം തെറ്റിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണിക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, അഫലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും, നിങ്ങളിൽ ഏറ്റവും ഷർറായ ഏറ്റവും മോശക്കാരെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 3 വിഭാഗത്തെ പറ്റി പറഞ്ഞു. ഒരു വിഭാഗത്തിനെ പറ്റി എന്താ? അൽ മശാഊന ബിൻ നമീമ, നമീമത്ത് പറഞ്ഞു നടക്കുന്ന ആളുകൾ. ഇപ്പം നമീമത്ത് എന്നുള്ളത്, ഏഷണി എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ പരിഹസിക്കുക എന്നുള്ളത് അതിലേറ്റവും ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹിനെ പരിഹസിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുക, ദീനിനെ പരിഹസിക്കുക, പരലോകത്തെ രക്ഷാശിക്ഷകളെ പരിഹസിക്കുക. ഇപ്പം ഖബർ ശിക്ഷയെ പിടിച്ച ആൾക്കാർ പറയും അത് ലോക്കപ്പ് മർദ്ദനാണ്. പരിഹസിക്കുകയാണത്. എന്താ ലോക്കപ്പ് മർദ്ദനം എന്ന് പറയാൻ കാരണം? വിചാരണയ്ക്ക് മുമ്പുള്ള ശിക്ഷയാണ്. അതുകൊണ്ടാണ് ലോക്കപ്പ് മർദ്ദനം അതിനെ കളിയാക്കുന്നത്, ഹദീസിനെ നിഷേധിക്കുക. യഥാർത്ഥത്തിൽ ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞ സംഗതിയാണെന്ന് ഖബർ ശിക്ഷയെ പറ്റി. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞു, പല വിഭാഗത്തെയും അള്ളാഹു തആല ഈ ദുനിയാവിൽ നിന്ന് ശിക്ഷിച്ചിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് മലക്കുകൾ ശിക്ഷിക്കുമെന്ന് ഖുർആനിലുണ്ട്. അപ്പം അതിനെ ഒരു ലോക്കപ്പ് മർദ്ദനം എന്ന് പരിഹസിക്കുമോ? ഈച്ച വെള്ളത്തിൽ വീണാൽ ആ ഈച്ചയെ വീണ്ടും മുക്കിയിട്ട് ആ വെള്ളം കുടിക്കാന്നുള്ള ഹദീസിനാണ്ട് പരിഹസിച്ചിട്ട് ഈച്ച ജ്യൂസ്. കേട്ടെന്ന് തോന്നുക,
ഈച്ച പറഞ്ഞാൽ കുറേ ഈച്ചനെ കൊടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുടിക്കാന്ന് തോന്നിപ്പോവുക. ഇങ്ങനെ എല്ലാത്തിനെയും പരിഹസിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നവർ, സഹാബിമാരെ പരിഹസിക്കുന്നവർ, അള്ളാഹു ചോദിക്കാണ്, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. സ്വഹാബിമാരെ പരിഹസിച്ചവരെ പറ്റി ഇറങ്ങിയ ആയത്താണിത്. ഈ സ്വഹാബിമാരെ പോലെ പേടിത്തൊണ്ടന്മാരായ ആൾക്കാരില്ല എന്നൊക്കെ പറഞ്ഞ ഒരാൾക്കെതിരെ ഇറങ്ങിയ ആയത്താണിത്. ഈ സ്വഹാബിമാരെങ്ങനെ ചീത്ത വിളിച്ച ഒരു വ്യക്തി ഇത് കേട്ടപ്പോൾ ഒരു സ്വഹാബി പറയാണ്, ഞാനിതിപ്പോൾ റസൂലിൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ മറ്റാൾ പറയണേ, ഞാൻ തമാശക്ക് പറഞ്ഞാണ്, ഞാൻ കളിയായിട്ട് പറഞ്ഞാണെന്നാ. അങ്ങനെ ഈ സ്വഹാബി നേരെ റസൂലിൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ആയത്തിറങ്ങി. എന്താ ആയത്ത്? ഖുൽ, നബിയെ ചോദിക്കുക, അബില്ലാഹി അള്ളാഹുവിനെയാണോ, വ ആയാതിഹി അള്ളാഹിൻ്റെ ആയത്തുകളെയാണോ, വ റസൂലിഹി അള്ളാഹുവിൻ്റെ റസൂലിനെയാണോ, കുൻതും തസ്തഹ്സിഊൻ നിങ്ങളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്, ലാ തഅ്തദിറൂ നിങ്ങൾ ഉദ്റ് പറയേണ്ടതില്ല, ഖദ് കഫർതും ബഅദ ഈമാനിക്കും ഈമാനിന് ശേഷം നിങ്ങൾ നിഷേധികളായിരിക്കുന്നു. സൂറത്തു തൗബയിലെ 65-66 ആയത്തുകളാണ്. പല്ലിയെ കൊന്ന പ്രതിഫലമുണ്ടെന്നുള്ള ഹദീസിനെ പരിഹസിച്ചുകൊണ്ട് സിനിമ ഇറക്കിയ ആളുകൾ നമ്മൾ ആലോചിച്ച് നോക്കുക. അതിന് പല ഡയലോഗുകളും മ്യൂസിക്കും ഒക്കെ ഇട്ട് അത് പറഞ്ഞ പണ്ഡിതന്റെ കോലം പോലും അനുകരിച്ച് കളിയാക്കുന്നത് ആരെയാണ്? ഹദീസിനെയാണ്, സുന്നത്തിനെയാണ്. അസ്സുന്നത്തു കസഫീനത്തി നൂഹ് അലൈഹിസ്സലാം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പല് പോലെയാണ്, അതിൽ കയറിയവ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാ. പിന്നെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കുക, ഒരാൾക്കുള്ളൊരു പോരായ്മ കൊണ്ട് പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, വിശ്വാസികളെ ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഈ പരിഹസിക്കപ്പെടുന്നവരായേക്കാൾ പരിഹസിക്കുന്നവരേക്കാൾ ഉത്തമർ. വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ, പരിഹസിക്കപ്പെടുന്ന സ്ത്രീകളായേക്കാൾ പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ ഉത്തമമെന്നാണ്. ഇപ്പം എനിക്ക് അനുഭവത്തിലുള്ളൊരു സംഭവം, ഒരു സ്ത്രീയുടെ അടുക്കൽ മറ്റൊരു സ്ത്രീ കൊണ്ട് ചോദിക്കുകയാണ്, നിനക്ക് എത്ര കുട്ടികളുണ്ട്? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എനിക്കൊരു കുട്ടിയായിട്ടുള്ളൂ. ഇപ്പോഴൊരു കുട്ടിയായിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായില്ലേ? അപ്പോൾ ഈ ചോദിച്ചാക്കോ ഒറ്റ കുട്ടികളില്ല. നിങ്ങൾ ആലോചിച്ചോ, ആൾക്കാരെ പരിഹാസത്തിൻ്റെ രൂപം നോക്കണം. ഇങ്ങനെ പല വിഷയങ്ങളിൽ പരിഹസിക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാകുമ്പോൾ അത് വെച്ച് പരിഹസിക്കുന്ന ആളുകൾ, നിറം കുറഞ്ഞാൽ അതിൻ്റെ പേരിൽ പരിഹസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ തടി കൂടിയാൽ അതിൻ്റെ പേരിൽ പരിഹസിക്കുന്ന ആളുകൾ, മെലിഞ്ഞ ശരീരമാണോ അത് വെച്ച് പരിഹസിക്കുന്ന ആളുകൾ, സംസാരത്തിലല്ല പ്രയാസമുണ്ടോ അതിൻ്റെ പേരിൽ പരിഹസിക്കുന്ന ആളുകൾ. ഫിറഔൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ അറിയോ? ഞാനാണ് ഉത്തമൻ, അതല്ല ഈ വ്യക്തമായി സംസാരിക്കാൻ പോലും അറിയാത്ത മൂസയാണോ ഉത്തമൻ എന്ന് പറഞ്ഞ് മൂസ അലൈഹിസ്സലാമിനെ പരിഹസിക്കുന്നുണ്ട് ഫിർഔൻ. അതുപോലെ തന്നെ സഹാബിമാരെ കളിയാക്കിയ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മജ്നൂനാണ്, കാഹിനാണ്, ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞവർ. അപ്പോൾ പരിഹസിക്കുക എന്നുള്ളത് ഒരിക്കലും നല്ല സ്വഭാവമല്ല. മറ്റൊന്ന് ചീത്ത പേര് വിളിക്കുക എന്നുള്ളതാണ്. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ ഇരട്ടപ്പേര് വിളിക്കരുത്. കുനിയത്തുണ്ട്, നല്ല രൂപത്തിലുള്ള സ്ഥാനപ്പേരുണ്ട്, അതല്ല പറഞ്ഞത്. മറിച്ച് ആളുകൾക്ക് ചില ആൾക്കാർ പേരിടും, ചില സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ ചില പ്രകൃതി കൊണ്ട് ചില ജീവികളുടെ പേരൊക്കെ വിളിക്കുന്ന ആൾക്കാർ. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ഈമാന് ശേഷം ഈ അനാവശ്യമായ വൃത്തികെട്ട പേരുകൾ എത്ര മോശമാകുന്നു എന്ന് സൂറത്തുൽ ഹുജറാത്തിന്റെ 11-ാമത്തെ ആയത്തിൽ കാണാം. മറ്റൊന്ന് കുത്തുവാക്ക് പറയുക എന്നുള്ളതാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശം. നാവ് കൊണ്ടാണെങ്കിലും പ്രവർത്തനം കൊണ്ടാണെങ്കിലും മറ്റുള്ളവരെ അവഗണിക്കുന്ന, അവഹേളിക്കുന്ന, പരിഹസിക്കുന്ന, മറ്റുള്ളവരുടെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ആളുകൾ. വാക്ക് എന്ന് പറഞ്ഞാൽ
ഒരു കത്തിയാണ്. ചീത്ത വാക്കെന്ന് പറഞ്ഞാൽ ഒരു കത്തിയാണ്. തമാശക്ക് കുത്തിയാലും വേദനിക്കും, കാര്യത്ത് കുത്തിയാലും വേദനിക്കും. കത്തിയോട് ഇങ്ങനെ വള്ളക്കുത്തിട്ട് പറയാണ്, അത് ഞാൻ തമാശ കുത്തിയാന്ന് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെയാണ് ചില വാക്കുകൾ. അത് മനസ്സിന്ന് പോവില്ല, അത് ഉണങ്ങാത്ത മുറിവായിക്കൊണ്ട് മനസ്സുകളിൽ അവശേഷിക്കുമെന്നാണ്. ചില വാക്കുകൾ കൊണ്ട് ചില ആളുകൾക്ക് വലിയ പ്രചോദനം ലഭിക്കും. ചില വാക്കുകൾ കൊണ്ട് ചില ആളുകൾ ഏറെ നിരാശരായിട്ട് മാറും. നമ്മുടെ വാക്കുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുകയാണ് വേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതുപോലെ തന്നെ മറ്റൊരു തിന്മയാണ് കണ്ടതും കേട്ടതും പറയാം. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടത് മുഴുവൻ പറയാന്നുള്ളത് തന്നെ മതി ഒരാൾക്ക് പാപമായിട്ട്. ഖീല വഖാൽ, കേട്ടതും കേൾക്കപ്പെട്ടതുമെല്ലാം പറഞ്ഞതും കേട്ടതുമെല്ലാം പറയുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശാപവാക്കുകൾ, അത് ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു ശപിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചവരെ നമുക്ക് ശപിക്കാം, അതല്ലാതെ ഓരോ വ്യക്തികളെയും ശപിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ പെരുന്നാൾ ദിവസം, ബലി പെരുന്നാൾ ദിവസമൊക്കെ സ്ത്രീകളോട് പ്രത്യേകമായി ഉത്ബോധിപ്പിക്കും, പ്രത്യേകമായി അവരിൽ നിന്ന് സ്വതക്ക കളക്ട് ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യാ മഅശറ നിസാ, സ്ത്രീകളെ, തസദ്ദഖ്ന, നിങ്ങൾ സ്വതക്ക നൽകുക. ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലിന്നാർ, നരകാവകാശികളിൽ അധികം ആളുകളെ നിങ്ങളായിക്കൊണ്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ചോദിക്കപ്പെട്ടു, ബിമയാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് നബിയെ സ്ത്രീകൾ അധികവും നരകത്തിൽ? അപ്പോൾ പറഞ്ഞു, തുക്സിർനൽ ലഅൻ, അവർ ശാപവാക്കുകൾ അധികരിപ്പിക്കും. തക്ഫുർനൽ അശീർ, ഭർത്താവിനെ നിഷേധിക്കും. വേറെ അതിന് കാണാം, ഭർത്താവ് ചെയ്ത നന്മകളെ അവർ നിഷേധിക്കും. കാലം മുഴുവനും അവർക്ക് നന്മ ചെയ്താലും ഈ സ്ത്രീകൾ പറയും, അല്ലെങ്കിലും നിങ്ങളെക്കൊണ്ട് എനിക്കൊരു ഖൈറുണ്ടായിട്ടില്ല. മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളെക്കൊണ്ട് എനിക്കൊരു ഖൈറില്ല എന്ന രൂപത്തിൽ പറയും. ഇതൊക്കെ നാവിൽ നിന്ന് വരുന്ന വിപത്തുക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഖൈർ പറയട്ടെ, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. നല്ലത് പറയാനില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. നാവിൽ നിന്ന് കാപഠ്യമുണ്ടാകരുത്. മുനാഫിക്കിന്റെ സ്വഭാവം എന്താണ്? നാവ് കൊണ്ട് അവർ നല്ലത് പറയും. ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ എന്നൊക്കെ പറയും. ഞങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലൊക്കെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട പറയും, ഇന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണെന്നൊക്കെ പറയും. പക്ഷേ വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്നാ, വിശ്വാസികളെ കണ്ടാൽ പറയും ഞങ്ങൾ വിശ്വാസികളാണ്. വൈദാ ഖലൂ ഇലാ ശയാത്തീനിഹിം, ഇവിടെ കൂട്ടുകാരായ മനുഷ്യ പിശാചുക്കളുടെ അടുക്കലെത്തി അവർ പറയും, ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹസിഊൻ, ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുക മാത്രമായിരുന്നു എന്ന് പറയും. മുനാഫിക്കിന്റെ സ്വഭാവം നമുക്ക് ഉണ്ടാവരുത്. വയഖൂലു തസ്മഅ ലിഖൗലിഹിം, മുനാഫിക്ക് സംസാരിക്കുന്ന കേട്ടാൽ കേട്ടിരുന്നു പോകുന്നതാണ് ഖുർആൻ അല്ലാഹു പറഞ്ഞത്. പക്ഷേ അവരുടെ മനസ്സിൽ കാപട്യാണ്. ഇദാ ഹദ്ദസ കദബ, അവർ സംസാരിച്ചാൽ കളവ് പറയും. വൈദാ വഅദ ഖലഫ, വാക്തത്വം ചെയ്താൽ ലംഘിക്കും. വൈദാ ആഹദ ഖദറ, വിശ്വസിച്ചാൽ ചതിക്കും. വൈദാ ഖാസമ ഫജറ, തെറ്റിയാൽ പിന്നെ തെറി വിളിക്കും. അതുവരെ നല്ല സ്വഭാവത്തിലൊക്കെ ആയിരിക്കും. തെറ്റിയാൽ പിന്നെ പഴയ ഹിസ്റ്ററി ഇങ്ങനെ വലിച്ചിടും. രണ്ടാൾക്കാർ ചിലപ്പോൾ പാർട്ണർമാരായിരിക്കും. കച്ചവടത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം പുറത്തേക്ക് വരും. ഭാര്യ ഭർത്താക്കുമ്പോൾ നല്ലവർക്ക് ജീവിക്കായിരിക്കും. പക്ഷേ തെറ്റിക്കഴിഞ്ഞാലോ ആദ്യമായിട്ട് കാണുന്ന ഒരു ഡോക്ടറുടെ മുമ്പിലോ ഒരു കൗൺസിലറുടെ മുമ്പിലോ ഇയാളുടെ മുഴുവൻ പഴയ ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുത്തിങ്ങനെ വലിച്ചെറിയും. പ്രിയമുള്ളവരെ, നല്ല സംസാരിക്കുക. പിന്നെ വാക്കും പ്രവൃത്തിയും രണ്ടാകരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, വിശ്വാസികളെ നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്തത് പറയുന്നത്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, പ്രവർത്തിക്കാത്തത് പറയുക എന്നുള്ളത് അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നാളെ പരലോകത്ത് ചില ആളുകൾ കടന്നു വരും. നരകത്തിൽ വെച്ച് കഴുത ആസുകല്ലിൽ തിരിയുന്നത് പോലെ അവരിങ്ങനെ തിരിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇവിടെ കുടൽമാലൊക്കെ പുറത്തേക്ക് വന്ന്
അവരിങ്ങനെ അവിടെ തിരിയുന്നൊരവസ്ഥയുണ്ടാകും. അപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ ജനങ്ങളോടൊക്കെ നന്മ കൽപ്പിച്ച ആൾക്കാരെന്നല്ലോ, പിന്നെ നിങ്ങൾ നരകത്തിലെത്തിയത്? അപ്പോൾ അവർ പറയും, ഞാൻ ജനങ്ങളോട് നന്മ കൽപ്പിക്കുമായിരുന്നു, പക്ഷേ ആ നന്മ ഒന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ ജനങ്ങളോട് തിന്മ വിലക്കുമായിരുന്നു, പക്ഷേ ആ വിലക്കുന്ന തിന്മകളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു എന്നാണ്. ചില ആളുകളുടെ ചുണ്ടുകൾ തീനാലുള്ള കത്രികകൾ കൊണ്ട് ഇങ്ങനെ മുറിക്കപ്പെടുന്ന. ജിബ്രീൽ അലൈഹി സ്വലാം നബി ചോദിക്കുക, ആരാണ് ഇവർ? അപ്പോൾ പറയണത്, ഈ ആളുകൾ അവർ യഖൂലൂന മാ ലാ യഫ്അലൂൻ, പ്രവർത്തിക്കാത്തത് പറയുന്നവരായിരുന്നു. വയഖറഊന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് അവർ ഓതുമായിരുന്നു, പക്ഷേ വലാ യഅമലൂന ബിഹി, അത് വെച്ചവർ പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ലത് പറയുക. വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയുക. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയുക, നല്ല വാക്കിന്റെ ഉടമകളായി മാറുക. ചീത്ത വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരാതിരിക്കുക. ഓരോ വാക്ക് ഉച്ചരിക്കുമ്പോഴും അള്ളാഹു അസ്സമീ ആണ് എന്ന ബോധം നമുക്കുണ്ടാവുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹ് കേൾക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി മാത്രം സംസാരിക്കുക. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, സന്നിഹിതരായ നിരീക്ഷകരായ മലക്കളില്ലാതെ ഒരു ലഫ്ള് പോലും ആർക്കും ഉച്ചരിക്കാൻ കഴിയില്ലെന്ന ബോധത്തോടു കൂടി നല്ല സംസാരം മാത്രം നമ്മൾ സംസാരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വാക്കിൻ്റെ ഉടമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.